ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നേതൃത്വം നൽകുന്ന ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യും. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. നീ എൻ ദൈവം യഹോവേ, നീ എൻ ദൈവം യഹോവേ, നീ എൻ ദൈവം, മാറാത്തവൻ, നീ മറക്കാത്തവൻ, മാറ്റമില്ലാത്ത ദൈവം, മാറാത്തവൻ, നീ മറക്കാത്തവൻ, മാറ്റമില്ലാത്ത ദൈവം, യഹോവേ നീ എൻ ദൈവം, യഹോവേ നീ എൻ ദൈവം. നനയും നയനങ്ങളെ യഹോവ തൻ കരങ്ങളാൽ തുടച്ചിടും, യഹോവ കാരുണ്യം ചൊരിഞ്ഞിടും. നനയും നയനങ്ങളെ യഹോവ തൻ കരങ്ങളാൽ തുടച്ചിടും, യഹോവ കാരുണ്യം ചൊരിഞ്ഞിടും. മാറാത്തവൻ, നീ മറക്കാത്തവൻ, മാറ്റമില്ലാത്ത ദൈവം, മാറാത്തവൻ, നീ മറക്കാത്തവൻ, മാറ്റമില്ലാത്ത ദൈവം, യഹോവേ നീ എൻ ദൈവം, യഹോവേ നീ എൻ ദൈവം. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ അടിയങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന വിലയേറെ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. ഇന്നത്തെ കർത്താവെ, എല്ലാ ശുശ്രൂഷകളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇപ്പോൾ ആരംഭിക്കുന്ന ഈ ക്വിസ് കോമ്പറ്റീഷൻ്റെ ഈ എപ്പിസോഡിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അതിൽ പങ്കെടുക്കുവാൻ തക്കോണം കടന്നു വന്നിരിക്കുന്ന നിൻ്റെ മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. നിൻ്റെ നാമമഹത്വത്തിനായിട്ട്, നിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ട് കർത്താവ് എളിയ ശുശ്രൂഷയെ തീർക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും കരങ്ങൾ സമർപ്പിക്കുന്നു. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങനെയായിക്കൊണ്ട് ഈ മഹത്തായ ശുശ്രൂഷ ശക്തീകരിക്കുവാൻ സഹായിക്കണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാനാണെങ്കിൽ ആമേൻ. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും വീണ്ടും ഈ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം ചെയ്യുവാൻ അതിയായ സന്തോഷമുണ്ട്. ചിലരൊക്കെ നേരത്തെ ഇതിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്, ഇല്ലേ? ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? 3 പേരുണ്ട്. ഒരാളേ ഉള്ളൂ പുതുതായി, ഷൈനി മാത്രമേ ഉള്ളൂ പുതുതായിട്ടുള്ളൂ. ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സൂസൻ വർഗീസ് ഈ ലോകത്ത് കടന്നുപോയി. നിങ്ങളോടൊപ്പം കോമ്പീറ്റ് ചെയ്ത ആണ് സൂസൻ വർഗീസ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരെയും ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ജഡ്ജസിനെ പരിചയപ്പെടുത്താം. ഒന്നാമതായിട്ട് പ്രിയപ്പെട്ട മിസ് രാജി വർഗീസ്, എൻ്റെ പ്രിയ ഭക്തിയാണ്. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൽ എന്നോടൊപ്പം കൂട്ടുവേലക്കാരിയായിട്ട് പ്രവർത്തിക്കുന്നു. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ലേഡീസ് വിങ്ങിൽ ചുമതല വഹിക്കുന്നു. രാജിയെ ഈ എപ്പിസോഡിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഈ എപ്പിസോഡിൽ കടന്നു വന്നിരിക്കുന്നത് മിസ്റ്റർ സുജാ ബെന്നിയാണ്. എന്നോടൊപ്പം ദുബായ് മുതൽ പ്രവർത്തിക്കുന്ന മാന്യ സഹോദരിയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം സന്മനസ് കാട്ടുകയും ചെയ്ത സുജയെ ഞാൻ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ടുള്ളത് നിങ്ങളെയാണ്. നിങ്ങളെ ഓരോരുത്തരും നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തണം. ചിലരെയൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും കഴിഞ്ഞ 3 വർഷത്തോളം ഒരുപാട് പ്രേക്ഷകർ പുതുതായിട്ട് നമ്മുടെ ശുശ്രൂഷയിൽ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ടെലിവിഷൻ മീഡിയത്തിലൂടെ അനേകായിരങ്ങൾ ഇപ്പോൾ ഇത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ എല്ലാം പരിചയപ്പെടേണ്ട ആവശ്യമാണല്ലോ. അതുകൊണ്ട് നിങ്ങളെ തന്നെ അവർക്ക് പരിചയപ്പെടുത്തുക. ഓക്കെ. എൻ്റെ പേര് അമലാജി. ഞാൻ തിരുവനന്തപുരം നെടുമങ്ങാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഇടവക എന്ന് പറയുന്നത് സെൻറ്റ് മേരീസ് മലങ്കര കാത്തലിക് ചർച്ച് വെമ്പായത്തിൽ നിന്നാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി എന്നിവരാണുള്ളത്. ഞാൻ 3rd ഇയർ MLT സ്റ്റുഡൻ്റാണ്. ബൈബിൾ ക്രൗൺ 2026 എന്ന ക്വിസ് പ്രോഗ്രാമിൽ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. കഴിഞ്ഞ ക്വിസ് കോമ്പറ്റീഷന് ശേഷം വേറെ വല്ല കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇടവകയിൽ നടത്തിയിട്ടുണ്ട്, ലോഗോസ് ക്വിസ് എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ വേറെ അല്ല, അങ്ങനെയില്ല. എങ്ങനെയുണ്ടോ? അതിലൊക്കെ പ്രൈസൊക്കെ വാങ്ങുന്നുണ്ടോ? പ്രൈസ് ഇല്ല, മാർക്കുണ്ട്. അതെ. അപ്പോൾ ഇതിൽ പങ്കെടുത്തതുകൊണ്ട് ഒരു പ്രയോജനമായിരുന്നു. ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ സാധിച്ചു. അതെ, വെരി ഗുഡ്. താങ്ക് യു. എൻ്റെ പേര് ഷീജ ജയകുമാർ എന്നാണ്. ഞാൻ ബാലരാമപുരത്തു നിന്നാണ് വരുന്നത്.
ഹസ്ബൻഡ് 2 മക്കളുണ്ട്, പിന്നെ പപ്പയും അമ്മയുണ്ട് വീട്ടിൽ. ഞാൻ CSI സഭാ വിശ്വാസിയാണ്. 2023 ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 3 റൗണ്ട് വരെ പോകാൻ ദൈവം കൃപ ചെയ്തു. വീണ്ടും ഒരു മത്സരാർത്ഥിയായിട്ട് കടന്നു വരുവാൻ ദൈവം അനുഗ്രഹിച്ചതിൽ വളരെയേറെ നന്ദിയുണ്ട്. എല്ലാ റൗണ്ടുകളിലും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരമൊരു അവസരം തന്ന വേൾഡ് ടു വേൾഡ് ടെലിവിഷനുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. 2023 ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരുന്നു. 3 റൗണ്ട് വരെ പോകാനായിട്ട് സാധിച്ചു. ആദ്യമായിട്ടായിരുന്നു അന്ന് ഇത്തരം വലിയൊരു പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്നത്. അപ്പം മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു. തൊട്ടടുത്ത വർഷം വരാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അടുത്ത വർഷം ഇല്ലായിരുന്നു. വീണ്ടും ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ഇവിടെ നിൽക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാമിനോടുള്ള നന്ദിയും അറിയിക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ബൈബിൾ കൂടുതൽ പഠിക്കുന്നതിന് ഇത്തരത്തിലുള്ള അവസരം ഒരുക്കുന്നത്, അതും ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമാകാൻ സർവശക്തനായ ദൈവം എന്നെയും അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. യെസ് ബ്യൂല. എൻ്റെ പേര് ബ്യൂല ജോസഫ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പൗടിക്കോൺ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. വീട്ടിൽ ഹസ്ബൻഡ്, മോന്, എൻ്റെ അമ്മയുണ്ട്, അമ്മയുടെ അനിയത്തി ആൻറ്റിയും ഉണ്ട്. ഞാൻ IPC സഭാ വിഭാഗമാണ്. 2023 ബൈബിൾ ക്വിസിൻ്റെ ഭാഗമാകുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ഈ 2026 എനിക്ക് പങ്കെടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2023 നടന്ന ബൈബിൾ ക്വിസ് എനിക്ക് ഭാഗമാകുവാനായിട്ട് സാധിച്ചു. എൻ്റെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹം എന്നാണ്. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, പല റൗണ്ടുകളിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം കൃപ നൽകി. അതെൻ്റെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമായിരുന്നു. കാരണം ആദ്യമായിട്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ബൈബിൾ ക്വിസിനെ ഞാൻ തരണം ചെയ്യുന്നത്. പിന്നീട് മാത്രമല്ല, ഈ ശുശ്രൂഷയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനും ദൈവം എന്നെ പ്രാപ്തിയാക്കി. എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ഷൈനി എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ചെറിയുണ്ണി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ ബൈബിൾ ക്രൗൺ 2026 ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഈ ബൈബിൾ ക്വിസിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. ഇതിലെന്നെയും ഭാഗമാകാൻ ഇതിലെന്നെയും തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്ലാമൂട് ചർച്ചിലെ വിശ്വാസിയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നത്. നേരെ ഇതിന് മുൻപ് വേറെ ക്വിസ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? മത്സരത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു മത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ മത്സരത്തിൻ്റെ ഘടന ഒന്ന് വിവരിക്കാം. നമുക്ക് ഈ മത്സരത്തിൽ 4 റൗണ്ട്സാണുള്ളത്. ആദ്യത്തേത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, പഴയ നിയമ പുസ്തകത്തിൽ നിന്നൊരു ചോദ്യം. രണ്ടാമത്തേത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, പുതിയ നിയമത്തിൽ നിന്നൊരു ചോദ്യം. മൂന്നാമത്തേത് സാക്ഷ്യ റൗണ്ടാണ്. എന്ന് പറയുമ്പോൾ ടെസ്റ്റിമണി റൗണ്ട്, നമ്മുടെ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യം, യേശു ക്രിസ്തുവിനെ അനുഭവമാക്കിയ അനുദിനം നടത്തുന്ന വിധങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവം വിവരിക്കാനുള്ള സാക്ഷ്യമാണ്. നേരത്തെയുള്ള നമ്മുടെ ക്വിസ് ഇതിപ്പം 4ാമത്തെ തവണയാണ് നമ്മുടെ ഈ ബൈബിൾ ക്രൗൺ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നത്. മുൻപൊക്കെയും അത് ഒരു സെമി ഫൈനൽസിലൊക്കെയാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റേതായിട്ടുള്ള നിയോഗം ആദ്യ റൗണ്ടിൽ തന്നെ അത് വേണം. കാരണം ഈ കടന്നു വരുന്നവർ സമ്മാനം കിട്ടിയില്ല, അവരൊക്കെ പരിശുദ്ധ നയിക്കപ്പെടുന്നവരാണ്. ജീവിതാനുഭവം വളരെ ഉണ്ടാവും. യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്കൊക്കെ ഓരോ കാര്യങ്ങളും പറയുവാനുണ്ടാവും. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സാവകാശം കൊടുക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മ ഓർമ്മിപ്പിച്ചനുസരിച്ചാണ് ആദ്യ റൗണ്ടിൽ തന്നെ ടെസ്റ്റിമണി റൗണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് ടെസ്റ്റിമണി റൗണ്ട് 5 മിനിറ്റ് ഉണ്ട്. പോരായെങ്കിൽ 1 മിനിറ്റ് എക്സ്ട്രാ വേണം. അങ്ങനെ 6 മിനിറ്റാണ് ടെസ്റ്റിമണി റൗണ്ടിലുള്ളത്. അതിനുശേഷം റാപ്പിഡ് റീഡിംഗ് റൗണ്ടാണ്. തരുന്ന ബൈബിൾ പോർഷൻ എത്രയും പെട്ടെന്ന് വായിക്കുന്നവർക്കായിരിക്കും എൻ്റെ സമ്മാനം. അപ്പോൾ ഇങ്ങനെ 4 റൗണ്ടാണുള്ളത്. നമ്മുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകുകയാണെങ്കിൽ 5 മാർക്കാണ് ആദ്യത്തെ 2 റൗണ്ടിന്. പിന്നെ തെറ്റിച്ച് മറുപടി പറയുകയാണെങ്കിൽ -2 മാർക്സ് ഉണ്ടാവും. ഉത്തരം അറിഞ്ഞുകൂടായെങ്കിൽ പാസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഗസ് വർക്ക് ചെയ്തിട്ട് ഉത്തരം തെറ്റിപ്പോവുകയാണെങ്കിൽ അതിന് 2 മാർക്ക് പെനാൽറ്റി, അതായത് -2 മാർക്സ് ഉണ്ടാവും. ഓക്കെ. ആദ്യത്തെ ആൾക്ക് ഉത്തരം പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ രണ്ടാമത്തെ മത്സരാർത്ഥിക്കാണ് അത് ശരിയായ ഉത്തരം നൽകുവാൻ കഴിയുന്നതെങ്കിൽ 4 മാർക്കേ ഉണ്ടാവുകയുള്ളൂ. ആദ്യമായിട്ട് ചോദിക്കുമ്പോൾ ആദ്യത്തെ മത്സരാർത്ഥി അതിന് ശരിയായ മറുപടി പറയുകയാണെങ്കിൽ 5 മാർക്കുണ്ട്. പക്ഷേ ഒരു അടുത്ത ആളാണ് പറയാൻ പോകുന്നതെങ്കിൽ ആദ്യത്തെ ആളിന് അറിഞ്ഞുകൂടാ, അത് അടുത്ത ചാൻസ് വരുമ്പോൾ 1 മാർക്ക് കുറഞ്ഞിരിക്കും.
4 മാർക്കായിരിക്കും. ഓൾറൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ 2 പേരെയാണ് അടുത്ത സ്റ്റേജിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ജോഷുവ സ്റ്റേജ്, ഫസ്റ്റിനെയും സെക്കൻഡിനെയുമാണ് ജോഷുവ സ്റ്റേജിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റും സെക്കൻഡും തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും ടൈ വരികയാണെങ്കിൽ, 2 പേർക്ക് ഒരേപോലെയുള്ള മാർക്ക് ലഭിക്കുകയാണെങ്കിൽ അവരെ ഒരാളെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ അവർക്ക് ബൈബിൾ ബോംബ് ഉപയോഗിച്ച് ഒരാളെ പുറത്ത് കളയും. അപ്പോൾ അങ്ങനെയാണ് എലിമിനേഷൻ റൗണ്ട് മാറ്റും. ബൈബിൾ ബോംബ് എന്നുള്ള പേരേ ഉള്ളൂ, അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. ജസ്റ്റ് കുറച്ചുകൂടെ പ്രയാസമുള്ള ചോദ്യങ്ങളായിരിക്കും, അത്രമാത്രം. അങ്ങനെയാണ് അടുത്ത റൗണ്ടിലേക്ക് നാം മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്കിനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും സംശയങ്ങൾ? So, shall we start? Ready? ആദ്യത്തെ ക്വസ്റ്റ്യൻ അമലാജിയോടാണ്. ശലോമോൻ്റെ ഭാര്യയായ തൻ്റെ മകൾക്ക് മിസ്രൈം രാജാവായ ഫറവോൻ സ്ത്രീധനമായി എന്താണ് കൊടുത്തത്? യെസ് ഷീജ. പാസ്. പാസ് എന്നുള്ള ഉറച്ചു പറയണം. യെസ് ബ്യൂല. എന്തോ? പാസ്സാണ്. ഓക്കെ, ശരി. പാസ്. 4 പേരും പാസ്സാക്കുകയാണ്. വെൽ, ഫറവോ കൊടുത്തത് ഗേസർ എന്ന പട്ടണമാണ്. അതിനെ കീഴടക്കി എല്ലാവരെയും കൊന്നൊടുക്കി. എന്നിട്ട് ആ പട്ടണമാണ് ശലോമോന് സ്ത്രീധനമായിട്ട് കൊടുത്തത്. വായിച്ചിട്ടില്ലേ? എന്താ മറന്നുപോയത്? സാരമില്ല, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൻ്റെ ആദ്യത്തെ ചോദ്യം 4 പേർക്കും മാർക്കൊന്നുമില്ല, മൈനസ് മാർക്കുമില്ല. വളരെ വിദഗ്ധമായിട്ട് അവരതെല്ലാം ഒഴിഞ്ഞുപോയി. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നൗ. ഷീജ ജയകുമാർ, വിവാഹമോചനം ഞാൻ വെറുക്കുന്നു എന്ന ദൈവത്തിൻ്റെ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമേത്? യെസ് ബില. മലാക്കി. വളരെ ശരിയായ മറുപടിയാണ്. മലാക്കി പ്രവചനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം വെളിപ്പെടുത്തുന്നു, വിവാഹമോചനം ഞാൻ വെറുക്കുന്നു. അതുകൊണ്ട് ബ്യൂല ജോസഫിന് 4 മാർക്ക് ലഭിക്കും, 4 മാർക്സ്. മൂന്നാമത്തെ ചോദ്യം ബ്യൂല ജോസഫിൻ്റെ. തൻ്റെ പ്രതിഫലം തൻ്റെ അമ്മായിയപ്പനായ ലാബാൻ എത്ര പ്രാവശ്യം മാറ്റിയെന്നാണ് യാക്കോബ് പറയുന്നത്? 10 പ്രാവശ്യം. എക്സാക്ട്ലി റൈറ്റ് ആൻസർ. ബ്യൂല ജോസഫ് ഗെറ്റ്സ് 5 മാർക്സ്. 5 മാർക്സ്, റൈറ്റ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു ഷൈനി ജയൽ. റെഡിയാണോ? വളരെ ഈസി ആയിട്ടൊരു ചോദ്യമാണ്, ചോദിക്കട്ടെ? റൈറ്റ്. ശൗലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ദാവീദ് ആരുടെ അടുത്തേക്കാണ് ചെന്നത്? രാജാവായ ആഖീഷിന്റെ അടുക്കൽ. കുറച്ചുകൂടെ. ഗത്ത് രാജാവായ ആഖീഷിന്റെ അടുക്കൽ. ഉത്തരം വളരെ തെറ്റാണ്. -2 മാർക്സ് ഫോർ ഷൈനി ജയൻ. നെക്സ്റ്റ് ചാൻസ് ഈസ് ഫോർ അമല അജി. അറിയാമെങ്കിൽ പാസ്സാക്കി വിടാം. സാമുവൽ. സാമുവേൽ പ്രവാചകൻ. സാമുവേൽ പറയുന്നത് സാമുവേൽ. കുറച്ച് പറ. സാമുവേൽ പ്രവാചകൻ. റൈറ്റ് ആൻസർ. സോ അമല അജി ഗെറ്റ്സ് 4 മാർക്സ്. ഓൾറൈറ്റ്, ഓക്കെ. അതോടുകൂടി നമ്മുടെ ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട് പൂർത്തിയാകുകയാണ്. മോസസ് സ്റ്റേജിലെ 2-ാമത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുന്നു. ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ടാണ്. അത് ഷൈനി ജയിലിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഓക്കെ, റൈറ്റ്. റെഡിയാണോ? തൻ്റെ അടുക്കൽ സ്നാനത്തിനായി വന്ന ചിലരെ യോഹന്നാൻ സ്നാപകൻ സർപ്പസന്തതികളെ എന്ന് വിളിച്ചു. അവർ ആരാണ്? പാസ്. യെസ് ബ്യൂല. പരീശന്മാരിലും സദൂക്യരിലും ചിലർ വരുന്നത് കണ്ടിട്ട. പരീശന്മാരും സദൂക്യരും ശരിയായ ഉത്തരമാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു.
So 4 marks for Beulah Joseph. All right? Second question is for you. Okay. യേശു തന്നോടൊപ്പം 3 ദിവസം പാർത്ത എത്ര പുരുഷന്മാർ ഉൾപ്പെടുന്ന ജനങ്ങൾക്കാണ് 7 അപ്പം കൊണ്ട് ഭക്ഷണം നൽകിയത്? 4000 പുരുഷന്മാർക്ക്. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യത്തിൽ അതുണ്ട്. 4000 പുരുഷന്മാർ ഉൾപ്പെടുന്ന ജനസമൂഹത്തിനാണ് കർത്താവ് ഭക്ഷണം നൽകിയത്. റൈറ്റ്. സോ ബ്യൂല ജോസഫ് ഗെറ്റ്സ് 5 marks. റെഡി? ആൻഡ് നൗ ഷീജ ജയകുമാർ, മൂന്നാമത്തെ ചോദ്യം. പുതിയ നിയമത്തിൽ ഒരു വൈദ്യൻ എത്ര പുസ്തകങ്ങൾ എഴുതി? അവ ഏത്? 2 പുസ്തകങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ, ലൂക്കോസ് വിശേഷം. അതെ, 2 പുസ്തകങ്ങൾ എഴുതി പറഞ്ഞു. ശരിയായ ഉത്തരമാണ്. ആരാണ് ആ വൈദ്യൻ? ലൂക്കോസ് ആണ്. വളരെ ശരിയായ മാർക്കില്ല ചോദ്യമാണ്. അപ്പോൾ ഷീജ ജയകുമാറിന് 5 മാർക്ക് ലഭിക്കുന്നു. 5 marks for her. Next is Amalaji, the last question of the New Testament round. യേശുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിച്ച ഏക വ്യക്തി ആരാണ്? പാസ്. യെസ് ഷൈനി. യോഹന്നാൻ സ്നാപകൻ. എക്സാക്ട്ലി. യോഹന്നാൻ സ്നാപകനാണ് യേശുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിച്ചത്. 4 marks for ഷൈനി ജയൻ. ഇതോടുകൂടി നമ്മുടെ ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട് അവസാനിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മ്യൂസിയം കാണാനായിട്ട് സാധിച്ചത്. ഒത്തിരി കളക്ഷൻസ് കാണാൻ സാധിച്ചു. ക്രോസിൻ്റെ കളക്ഷൻസാണ് ഏറ്റവും അധികം എന്നെ ആകർഷിച്ചത്. ഓരോ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ആ കല്ലുകൾ ഒരിക്കലും കാണാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അത് വളരെ നാച്ചുറലായിട്ട് ഭംഗിയുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് അത് സാധിച്ചു. പിന്നെ ഈ ബൈബിളിനെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ ബൈബിൾ മുതൽ ഏറ്റവും വലിയ ബൈബിൾ വരെ കാണുവാനും ആ ഒറിജിനൽ ബൈബിളിൻ്റെ ചുരുളുകൾ വരെ കാണുവാനായിട്ട് സാധിച്ചത് അത് എല്ലാവർക്കും കാണുവാൻ സാധിക്കാത്തൊരു കാര്യമാണ്. യെരുശലേമിലൊക്കെ പോയി കാണുവാൻ എല്ലാവർക്കും സാധിക്കാത്ത കാര്യമാണ്. അത് ഇവിടെ അതിനുള്ള അവസരമൊക്കെ ഒരുക്കി തന്നതിന് ബ്രദർ മാത്യു വർഗീസിനോടും ഞങ്ങൾ നന്ദി അറിയിക്കും. മ്യൂസിയം ഓഫ് ദ വേൾഡ്, PB നമ്പർ 4, വെമ്പായം PU, തിരുവനന്തപുരം. ഫോൺ 9495 998555. അടുത്തതായിട്ട് ടെസ്റ്റിമണി റൗണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ യേശുക്രിസ്തുവായിട്ടുള്ള അനുഭവം, യേശുക്രിസ്തുവായിട്ട് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ എല്ലാം സാക്ഷ്യത്തിൽ ഉൾപ്പെടാം. 5 മിനിറ്റാണ് അതിന് സമയദൈർഘ്യമുള്ളത്. കൂടുതലായി പറയണമെങ്കിൽ 1 മിനിറ്റ് എക്സ്റ്റൻഷൻ കിട്ടും. അങ്ങനെ 6 മിനിറ്റ്. ഓൾറൈറ്റ്. അപ്പോൾ വിൽ സ്റ്റാർട്ട് വിത്ത് അമലാജി. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയൊരു സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപേ എനിക്ക് ചെറിയൊരു അലർജി ആയിട്ട് എൻ്റെ കയ്യിലും കാലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് അതായത് ഒരുമാതിരി ഉണങ്ങി പൊട്ടി രക്തവും വെള്ളവും എല്ലാം കൂടെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ സമയം എനിക്ക് കോളേജിലും എങ്ങും പോകാൻ പറ്റിയിരുന്നില്ല, പള്ളിയിൽ പോലും പോകാൻ പറ്റിയിരുന്നിട്ടില്ല. ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു, എനിക്ക് ഒരു കുറവില്ലായിരുന്നു. മരുന്ന് കഴിക്കുമ്പോഴത്തേനും ഒരു ആശ്വാസം കിട്ടും. എന്നതിലുപരി വേറെ ഒരു കുറവും എനിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലീഷ് മരുന്ന് സ്റ്റാർട്ട് ചെയ്തു, അതൊരു കുറവില്ല. ഹോമിയോ കഴിച്ചു, പിന്നെ ആയുർവേദത്തിൽ പോയി, എനിക്ക് ഒരു കുറവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാൻ വയ്യാത്ത അവസ്ഥ വന്ന് എനിക്ക് വീട്ടിൽ പോയാൽ മതിയെന്ന് ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് പേരോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടു. ഒരുപാട് പേര് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു ദൈവത്തിനത് പ്രാർത്ഥിച്ചാൽ മതി. ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ അവർക്ക് എന്താണ് അസുഖം എന്ന് പറയാനായിട്ട് അവർക്ക് പറ്റുന്നില്ലായിരുന്നു. എന്തൊരു അലർജി എന്ന് മാത്രമേ അവർ പറഞ്ഞിരുന്നുള്ളൂ. എന്തിനാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു.
അത് കഴിഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ആ സമയമൊക്കെ ഞാൻ ദൈവത്തിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ദൈവത്തെ കൂടുതൽ അറിയുവാനായിട്ട് എനിക്ക് കൂടുതലായിട്ട് സാധിച്ചു. ബൈബിൾ വായിക്കുവാനും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും സുവിശേഷം കേൾക്കുവാനൊക്കെ ആ സമയത്ത് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് കിട്ടിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൂടുതൽ ഞാൻ അറിഞ്ഞിരുന്ന ഒരു വർഷക്കാലമായിരുന്നു എനിക്ക് ആ സമയത്തൊക്കെ. പിന്നെ ദൈവത്തെ എന്ത് വന്നാലും മുറുകി പിടിക്കുവാനുള്ളൊരു ധൈര്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ദൈവത്തിൽ കൂടുതൽ വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിച്ച് എനിക്കത് എത്രയും പെട്ടെന്ന് അത് ഭേദമാക്കി തന്നു. എൻ്റെ അച്ഛനും അമ്മയും ആ സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അവരാണ് എന്നെ എടുത്തുകൊണ്ട് പോയി. നടന്നാൽ ബ്ലഡ് തെറിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആ സമയത്തൊക്കെ ദൈവം എന്നെ കരുതലോടെ കാത്തു പരിപാലിച്ചു. എല്ലാവരും പറയുമായിരുന്നു ഈ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ദൈവം തരുന്നത് നമുക്ക് ദൈവത്തിന് നമ്മുടെ അടുത്ത് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളും ഓരോ ദുഃഖങ്ങളൊക്കെ തരുന്നതെന്ന്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, ഞാൻ പിന്നെ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ഇനി എന്ത് വന്നാലും, എനിക്ക് ദുരിതം വന്നാലും അത് ദൈവത്തിന് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ദൈവം എനിക്കിതെല്ലാം തരുന്നത് എന്നുള്ളൊരു ബോധം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഈ അനുഭവത്തെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാറുണ്ടോ? ഉണ്ട്. കർത്താവ് തന്ന ഈ സൗഖ്യത്തെക്കുറിച്ചും ഉണ്ട്. ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ടോ? പറഞ്ഞതേ ഉള്ളൂ? പറയുന്നുണ്ട്. പറയുന്നു. തീർച്ചയായിട്ടും കൂടുതലായിട്ട് കർത്താവിനെ കുറിച്ച് അനേകരോട് പറയുവാനും അവൻ സൗഖ്യദായകനായ നമ്മുടെ ദൈവമാണെന്ന് അനേകർ അറിയുവാനും കഴിയണം. ഓൾറൈറ്റ്, അമലാജി ഗെറ്റ്സ് 3.5 മാർക്സ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ മുൻപിൽ പ്രത്യേകിച്ച് ഈ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ ശക്തീകരിച്ച കൃപയോർത്ത് സ്തുതിക്കുന്നു. 2024 ഏപ്രിൽ മാസത്തിൽ എൻ്റെ 2 കണ്ണിനും കാറ്ററാക്റ്റ് ആണെന്ന് സ്ഥിരീകരിച്ചു. ഞാൻ റീഡിങ് ക്ലാസ്സാണ് വെച്ചിരുന്നത്. അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയത്. കണ്ണ് ചെക്ക് ചെയ്തപ്പോൾ 2നും കാറ്ററാക്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അത് എനിക്ക് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര വിഷമം തോന്നി. അന്ന് എല്ലാവർക്കും ഇത് വരുന്നതാണ് എങ്കിലും അവർ ഡോക്ടർമാർ പറയുന്ന ഏജിന് താഴെയുള്ള ഏജിലായിരുന്നല്ലോ അത് വന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല വിഷമമായിരുന്നു. ഡോക്ടർ പറഞ്ഞത് 6 മാസത്തിനുള്ളിൽ സർജറി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് വിഷമം മാത്രമല്ല, ഒരുപാട് പേടിയായിരുന്നു. സർജറി എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേടിയായിരുന്നു. എന്തായാലും ഉടൻ അവർ പുതിയ ഗ്ലാസ്സിന് എഴുതി അത് ഗ്ലാസ് വെച്ചു. തുടർന്ന് 6 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം 2024 ഒക്ടോബർ മാസത്തിൽ എൻ്റെ ചർച്ചിൽ തന്നെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കണ്ണിൻ്റെ കാര്യമല്ലേ, ഒരു തവണ കൂടെ ഡോക്ടറെ കണ്ടു നോക്കാം, ഒന്ന് ചെക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ചെയ്തപ്പോഴത്തേക്കും അവിടെയും പറഞ്ഞത് കാറ്ററാക്റ്റ് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. പക്ഷെ അപ്പോഴും സർജറി ചെയ്തില്ല. ഞാൻ 2025 ഫെബ്രുവരി മാസം ആയപ്പോഴത്തേക്കും എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയിൽ ഒത്തിരി വ്യത്യാസം വന്നു. അതായത് ഫെബ്രുവരി മാസം ആയപ്പോഴത്തേക്കും എനിക്ക് ആൾക്കാരെ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് വന്നു. പിന്നെ വായിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് വിഷമം തോന്നിയത് ബൈബിൾ വായിക്കാതെ ഇരിക്കുന്നതല്ല. അപ്പോൾ ബൈബിളിൻ്റെ പ്രാണൻ എന്ന് പറയുന്നത്, അപ്പോൾ അത് വായിക്കാൻ പറ്റുന്നില്ല, അത് അക്ഷരമൊന്നും കാണുന്നില്ല, എല്ലാം ബ്ലാങ്കായ ഒരവസ്ഥ. പിന്നെ അത് ക്രമേണ പെട്ടെന്ന് കൂടുന്ന ഒരവസ്ഥയായിരുന്നു. ആൾക്കാരുടെ രൂപമെല്ലാം ബ്ലാക്കായിട്ട് കാണുന്നതായിട്ടുള്ള അവസ്ഥ. നടന്നു പോകാൻ പറ്റുന്നില്ല, അപ്പോൾ സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് പോയി. പിന്നെ സർജറി ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. എന്തായാലും എനിക്ക് ആ സമയത്ത് ദൈവം എനിക്ക് വലിയ ധൈര്യം നൽകി. സർജറി കഴിഞ്ഞവരോടൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പോൾ വേറെ പേടിക്കേണ്ട കാര്യമില്ലെന്നൊന്നും മനസ്സിലായി. അങ്ങനെ എനിക്കെന്തോ ദൈവം വലിയൊരു ധൈര്യം തന്നു. സർജറിക്ക് വിധേയമായി. എൻ്റെ 2 കണ്ണും 2025 മാർച്ച് 27-നും ഏപ്രിൽ 29-നുമായിട്ട് 2 കണ്ണിൻ്റെ സർജറി കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് പാരമ്പര്യമായിട്ടോ ഒന്നും വന്നതല്ല എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ സാധിച്ചത്. പക്ഷേ ഒത്തിരി ടെസ്റ്റ് ചെയ്തു, അതിലൊന്നും വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. എങ്കിലും എൻ്റെ കണ്ണിൻ്റെ വെയിനിന് ബലക്കുറവുണ്ട്. ഇത് സർജറി ചെയ്താലും കാഴ്ച ഉണ്ടാവും, പക്ഷെ അത് ശാശ്വതമാകുമെന്ന് ചിലപ്പം പറയാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ ഇത്രയും ധൈര്യം തന്നു, ഇത്രയും വഴി നടത്തിയ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഒപ്പം അതിൻ്റെ വലിയൊരു അനുഭവമായിരുന്നു. കാരണം ദൈവം അത്രത്തോളം ധൈര്യമാണ് എനിക്ക് തന്നത് ആ സർജറി നേരിടാൻ വേണ്ടിയിട്ട്. പിന്നെ 2025 വർഷം എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വളർച്ച ഉണ്ടായിട്ടുള്ള ഒരു വർഷമായിരുന്നു. ആ ഒരു വർഷത്തിൽ എനിക്ക്
സർജറി കഴിഞ്ഞ് കിടന്ന സമയത്തും ഫോൺ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മക്കളൊക്കെ ഓൺ ചെയ്ത് പ്രെയർ ഇത് അതുപോലെ തന്നെ ഇത് ഓഡിയോ ബൈബിളൊക്കെ കേൾക്കും. അങ്ങനെ ഒത്തിരി കേൾക്കാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് നോമ്പ് നാളുകളായിരുന്നു. അപ്പോൾ ആ ഓരോ ദിവസവും ദൈവത്തോട് ഒത്തിരി അടുക്കുവാനുള്ള അവസരം ദൈവം തന്നു. ആ ഒരു വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ കണ്ണിൻ്റെ പ്രോബ്ലം എല്ലാം മാറിയതിന് ശേഷം എനിക്ക് ഡിസംബർ 31 തന്നെ ബൈബിൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് തീർക്കുവാനും തുടർന്ന് അത് ഈ വർഷത്തിലും കണ്ടിന്യൂ ചെയ്യാനും, മുമ്പും വായിച്ച് തീർത്തിട്ടുണ്ടെങ്കിലും പുതിയൊരു അനുഭവമായിരുന്നു. പുതിയ ആത്മീയ ഉണർവ് ദൈവം തന്നു. അങ്ങനെ ദൈവഭാഗത്ത് നിൽക്കുവാനും വലിയ ബോധ്യങ്ങളിലേക്ക് പോകാനുള്ള ദൈവകൃപ തന്നു. ഇന്നും ചർച്ചിലെ സൺഡേ സ്കൂൾ അധ്യാപികയായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ അത് മുൻപ് ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ദൈവം തരുന്ന വലിയ കൃപയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനും ഇത് കുഞ്ഞുങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുക്കാനുള്ള ദൈവകൃപ എനിക്ക് ഈ നാളുകൾ തന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. തുടർന്ന് ദൈവത്തിൻ്റെ വലിയ കൃപയിൽ നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ ഉപസംഹരിക്കുന്നു. അപ്പോൾ ദൈവം ചെയ്ത വലിയ ഉപകാരത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടോ? പറയുന്നു. ഇടവകയിലല്ല, ഇടവകയ്ക്ക് പുറത്ത് പറയുന്നുണ്ട്. അതായത് എനിക്ക് ഏത് സന്ദർഭത്തിലാണ് പറയാൻ അവസരം കിട്ടുന്നത്. അതായത് ഇവൻ ബസ്സിലിരുന്നാൽ പോലും ഒരാളോട് പങ്കുവയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ മാത്രമല്ല, എൻ്റെ ജീവിതം മുഴുവനായിട്ട് ദൈവത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. പിന്നെ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഇത്രത്തോളം വിശ്വാസത്തിൽ നിലനിൽക്കേണ്ട ആളൊന്നും അല്ല. പക്ഷേ ദൈവം എന്നെ, ഇരമ്യാവിനോട് ദൈവം പറഞ്ഞതുപോലെ, നിന്നെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിലാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതെ, എല്ലായിടത്തും എവിടെ മത്സരത്തിന് പോകുന്നതിനും ഹസ്ബൻഡിൻ്റെ പിന്തുണയാണ്. അതായത് എൻ്റെ ആത്മീയ ജീവിതത്തിലെ വളർച്ചയെന്ന് പറയുന്നത് എൻ്റെ വിവാഹ ശേഷമാണ്. ആത്മീയ ജീവിതം, ചർച്ചുമായിട്ടുള്ള എല്ലാം, അതിനെല്ലാം സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഞാൻ ഒരു കോമ്പറ്റീഷനിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തേടി പിടിച്ച് കൊണ്ടുവന്നില്ല, അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് എന്നെ അതിൽ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. പിന്നെ ഫാമിലി എല്ലാ വേദപുസ്തകമായിട്ടും, അതായത് ചർച്ച് ലെവലിൽ പ്രവർത്തിക്കുന്നതിനായിരുന്നാലും മറ്റുള്ളവരോട് അത് പറയുന്നതിനായിരുന്നാലും എന്ന് പറഞ്ഞാൽ ദൈവത്തെ മറ്റുള്ളവരോട് എത്രത്തോളം പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ഏത് അവസ്ഥയിലേക്ക് അവരെ സഹായിക്കാൻ പറ്റും, ദൈവത്തിന്റെ സാക്ഷ്യത്തിൽ നിലനിൽക്കാൻ പറ്റും. ആ അവസ്ഥയിൽ അങ്ങനെ ആരെങ്കിലും സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവിന്റെ സൗഖ്യം താങ്കളുടെ സാക്ഷ്യത്തിലൂടെ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു എന്നുള്ളതല്ല, പക്ഷേ ഞാൻ ഒത്തിരി പേര് സംസാരിക്കുമ്പോൾ അവർക്ക് ഒത്തിരി വചനത്തിലൂടെ മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷീജയോട് ഒന്ന് സംസാരിക്കുമ്പോൾ ഇത്രയും നേരം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഭാരമെല്ലാം മാറി. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തരുമെന്നുള്ളതല്ലല്ലോ. നമുക്ക് ചിലപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കൃപയായിരിക്കും ദൈവം തരുന്നത്. ചിലപ്പോൾ രോഗത്തിൽ നിന്നുള്ള വലിയ രോഗികളൊക്കെ ആയിരുന്നാൽ അവർക്ക് ചിലർക്ക് പെട്ടെന്നായിരിക്കും ആ ഒരു അത്ഭുതം സംഭവിക്കുന്നത്. അപ്പോൾ അത് ദൈവം ഇതാണ്, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുവാൻ അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് എത്തും. പ്രത്യേകിച്ച് എൻ്റെ മുമ്പിലുള്ള സൺഡേ സ്കൂൾ കുട്ടികളോട്, പ്രത്യേകിച്ച് വചനത്തിലൊന്നും അത്രത്തോളം ആഴപ്പെട്ട കുട്ടികളൊന്നുമല്ല, പക്ഷെ അവർക്കെല്ലാം ആ ഒരു ബോധ്യത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഒരുപാട് പേര് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ബൈബിൾ പഠിക്കണം, അല്ലെങ്കിൽ എന്നെപ്പോലെ ദൈവത്തെ വിശ്വസിക്കണം, ഇങ്ങനെയൊക്കെ പറയാനുള്ള ആ ഒരു ഇത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാനുള്ളതായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. യേശുവിന്റെ അനുഭവമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നു. കൂടുതൽ സഹായിക്കട്ടെ, അനേകരെ കർത്താവിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷീജ ഗെറ്റ്സ് 4 marks. വേൾഡ് ടെലിവിഷൻ ചാനലിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസിൻ്റെ ഭാഗമാകുവാൻ കർത്താവ് എന്നെയും സഹായിച്ചു. അതെനിക്ക് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് യേശു കർത്താവിനെ അറിയുവാനും യേശു കർത്താവിൻ്റെ വഴികളിൽ നടക്കുവാനുമുള്ളൊരു ഭാഗ്യം എനിക്ക് കർത്താവ് തന്നു. അങ്ങനെ ഞാൻ 2ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് കഠിനമായിട്ടുള്ള സന്നിപാത ജ്വരം എന്ന് പറയുന്ന ഒരു അസുഖം വന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. ആ സമയം എൻ്റെ വല്യപ്പച്ചൻ, എൻ്റെ അമ്മയുടെ പിതാവ്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചെടുത്ത് പ്രാർത്ഥിച്ചു. കാരണം ദൈവമേ, ഈ മകളെ പൂർണ്ണമായിട്ട് സൗഖ്യത്തോടെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ആ അവസരത്തിൽ ആ പിതാവിൻ്റെ പ്രാർത്ഥന വളരെ ഭക്തനായിട്ടുള്ള ഒരു ദൈവമനുഷ്യനായിരുന്നു. പ്രാർത്ഥന കേട്ട് ദൈവം അത്ഭുതകരമായിട്ടുള്ള വിടുതൽ തന്നു. തുടർന്ന് എൻ്റെ വിദ്യാഭ്യാസത്തിലെല്ലാം കർത്താവിൻ്റെ വലിയ കരം കൂടിയായിരുന്നു. നന്നായിട്ട് പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഡിഗ്രി എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു പ്രൈവറ്റ് ഫാമിലി എനിക്ക് അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം തന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലും
ഞാൻ അനേകരോടും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാം. കാരണം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, എൻ്റെ ജീവിതത്തിൽ ലഭിച്ച വിടുതലിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനിടയായിത്തീർന്നു. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്തും എന്നോടൊപ്പമുള്ള കുട്ടികളോട് ഞാൻ യേശു കർത്താവിനെ കുറിച്ച് പഠിച്ചു. യേശു കർത്താവ് ജീവനുള്ള ദൈവമാണ്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റി തരുന്ന ദൈവമാണെന്നൊക്കെ പറഞ്ഞ് യേശു കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു വലിയ കൃപ എനിക്ക് ഉണ്ടായി. പക്ഷെ അവർ ആ സമയമല്ല അവരെന്നോട് വളരെയധികമായിട്ട് എന്നെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും എല്ലാം ചെയ്യും. പക്ഷെ ഞാൻ അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ പിൽക്കാലത്ത് അവരെല്ലാം കർത്താവിനെ അറിയുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് കൃപ ചെയ്തു. അത് വളരെയധികം ഒരു അത്ഭുതപരമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക്. കാരണം ബൈബിളിൽ പറയുന്നു, നാം എന്ത് നേടിയാൽ ഭൂലോകത്തേക്കാൾ വിലയുള്ള ആത്മാവ് നഷ്ടമായാൽ ഒരു പ്രയോജനമില്ല എന്നാണ്. അപ്പോൾ ഒരു ആത്മാവ് നേടിയ കർത്താവിനെ അറിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ട് എൻ്റെ 1994 എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം ചെയ്തത് ദൈവവേല ചെയ്യുന്ന ഒരു ദൈവപുരുഷനുമായിട്ട് എൻ്റെ വിവാഹം നടന്നു. അതിനുശേഷം ഞങ്ങൾക്ക് കണ്ണൂരിൽ ലവ് ആർമി ക്രൂസൈഡ് എന്ന ഒരു സുവിശേഷ സംഘടനയുടെ ഭാഗമായിട്ട് അവിടെ മിഷണറി പ്രവർത്തനം ചെയ്യുവാനായിട്ട് വലിയ ഭാഗ്യം ലഭിച്ചു. ഏകദേശം 18 വർഷത്തോളം ആ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കൃപ ചെയ്തു. ആദ്യമായിട്ട് ചെറുപുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അത് കണ്ണൂർ ജില്ലയുടെ കാസർഗോഡിൻ്റെയൊക്കെ ഒരു ബോർഡർ പ്രദേശമായിട്ട് വരുന്ന സ്ഥലം, ആ ഭാഗത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് കടന്നു പോകാനിടയായി. ഒരു ചെറിയ വീടാണ്, വലിയ ജീവിത സാഹചര്യങ്ങളല്ല എങ്കിലും ആവശ്യമുള്ള സാമ്പത്തിക ചുറ്റുപാടുകളെല്ലാം ഉള്ള ഒരു അനുഭവത്തിൽ നിന്ന് ആ ഒരു ചെറിയ ആ സാഹചര്യത്തിൽ പോകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ട്. എന്നാൽ ആ ഒരു ഇടുങ്ങിയ അനുഭവത്തിലും വളരെയധികം സന്തോഷത്തോടു കൂടി കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കർത്താവ് എന്നെ പ്രാപ്തയാക്കി. അവിടെയുള്ള അനവധി ഗ്രാമങ്ങൾ കടന്നു പോയിട്ട് യേശു കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനിടയായി തീർന്നിട്ടുണ്ട്. അത് മാത്രമല്ല അവിടെ അനവധി കുഞ്ഞുങ്ങളെ സംഘടിപ്പിച്ച് അവർക്ക് വേദവചനം പറഞ്ഞു കൊടുക്കുവാനും ആത്മീയ സത്യങ്ങളിലേക്ക് അവരെ വഴി നടത്തുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ബൈബിൾ ക്ലാസ്സിനായിട്ട് കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം കണ്ണൂർ ജില്ലയുടെ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അത് കാസർഗോഡ് ജില്ലയുടെ ഭാഗമാണ്. അപ്പോൾ അവിടെ ഞങ്ങളൊരു ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സുവിശേഷ വിരോധികളായിട്ടുള്ളവർ വന്ന് ഞങ്ങളെ അവിടെ നിന്ന് പിടിച്ചിറക്കി വിടേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും അതിൽ ലജ്ജിച്ചു പോയിട്ടില്ല. കാരണം കർത്താവിൻ്റെ നാമനിമിത്തം നമ്മൾ എന്ത് സഹിച്ചാലും അത് വളരെയധികം നന്മ അല്ലെങ്കിൽ വളരെയധികം അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. ആ പ്രദേശത്ത് നിന്ന്, അതായത് ആ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന ആ ദേശത്തു നിന്നും സുവിശേഷ വേലയ്ക്കായിട്ട് ഒരു വ്യക്തി തിരുനെൽവേലി ജില്ലയിലേക്ക് കടന്നു പോകാൻ കർത്താവ് ഭാഗ്യം ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ സുവിശേഷ പ്രവർത്തനം വളരെയധികം അനുഗ്രഹമാണ്. ഞങ്ങൾ അതിനുശേഷം, അതായത് പയ്യന്നൂരിൽ ഞങ്ങൾ 12 വർഷക്കാലം പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. അതിനുശേഷം ഞങ്ങൾ കണ്ണൂർ ടൗണിലേക്ക് മാറുവാനിടയായി തീർന്നു. 5 വർഷത്തോളം കണ്ണൂരിൻ്റെ ടൗൺ പ്രദേശത്ത് തന്നെ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു. ഞങ്ങൾ കണ്ണൂർ താമസിച്ചിരുന്നെങ്കിൽ മലബാറിൻ്റെ 6 ജില്ലകളിലും കടന്നു പോയിട്ട് സെമിനാറുകൾ സംഘടിപ്പിക്കുക, അതുപോലെ സുവിശേഷ ക്യാമ്പുകൾ നടത്തുക, ഇതെല്ലാം ഞങ്ങളുടെ ഒരു സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. അതിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് അനേകരെ സുവിശേഷ വേലയ്ക്ക് പ്രാപ്തരാക്കി തീർക്കുകയാണ്. കാരണം ഞങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരെ അതിന് സജ്ജരാക്കുകയാണെങ്കിൽ അവർ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾക്ക് ട്രെയിനിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതെല്ലാം വളരെ വിജയകരമായി തീർന്നു. അനേകരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സജ്ജരാക്കുവാൻ കഴിഞ്ഞു. കർത്താവിൻ്റെ വലിയ വേല അപ്രകാരം മനോഹരമായ രീതിയിൽ അവിടെ ചെയ്യുവാൻ സാധിച്ചു. തുടർന്ന് ഞങ്ങൾക്ക് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഭാഗ്യം തന്നത് മുഖാന്തരം ഇന്ത്യയുടെ അനവധി സംസ്ഥാനങ്ങൾ കടന്നുപോയിട്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കൃപ ചെയ്തു. ഇത്രത്തോളം കർത്താവ് ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ ഭാഗ്യം തന്നു. മാത്രമല്ല ഇവിടെ എൻ്റെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നില്ല, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേക തകർന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുവാൻ, അനേകരെ കർത്താവിൻ്റെ മാർഗ്ഗം പറഞ്ഞു കൊടുക്കുവാനായിട്ട് കർത്താവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് കർത്താവിന് വേണ്ടി മുന്നേറുവാൻ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്ന വേണ്ടി എൻ്റെ സാക്ഷ്യം ചുരുക്കുന്നു. ഗോത്രവർഗ്ഗങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? ഉണ്ട്. അപ്പോൾ ആ ഗോത്രവർഗ്ഗങ്ങൾക്കൊന്നും ദൈവവചനം ഇല്ലല്ലോ? ഇല്ല, അവർക്ക് ലിപികളില്ലല്ലോ. ആ, പ്രത്യേക ഒരു പ്രാർത്ഥന വിഷയമാണ് അത്. കാരണം ലിപികളില്ലാത്തവർക്ക് ലിപികൾ ലഭിക്കണം, അവരുടെ ഇടയിൽ സുവിശേഷ പ്രതികൾ ലഭിക്കണം. നമുക്കിപ്പോൾ 66 പുസ്തകം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്കൊരു സുവിശേഷ പ്രതി പോലും ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചോളട്ടെ, അപ്പോൾ അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചത്, നമ്മൾ അവിടെ ചെന്നു, ഒരു ഗോത്രത്തിൽ പ്രവേശിക്കാൻ വളരെ പ്രയാസമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പ്രവേശിച്ചു, ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, പിന്നെ അവർക്ക് ദൈവവചനമില്ല. നിങ്ങൾ പ്രവർത്തനം കഴിഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോരും. പിന്നെ ആ പ്രവർത്തനം അവിടെ എങ്ങനെയാണ് തുടരുന്നത്? അവിടെ തദ്ദേശവാസികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ചിലരെ അവിടെ ട്രെയിനിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും, ഒരാഴ്ചത്തെ ക്യാമ്പ്. പക്ഷെ അവരോട് സുവിശേഷം പറഞ്ഞ് അവർക്ക്, കാരണം അവിടെ എത്ര നാളായി സുവിശേഷം അവരോട് പറയുന്നത്?
പറയുന്നത് ഞങ്ങളിപ്പോൾ 2 ആഴ്ച വന്നിരുന്നു. പക്ഷെ 2 ആഴ്ച അല്ല, അവിടെ സുവിശേഷ മിഷണറിമാരുണ്ട് സാറേ. ഞങ്ങൾ അവരോടൊപ്പം ചേർന്ന് മിഷനാൾ അവിടെ ഉണ്ട്. പക്ഷെ അതില്ലാത്ത ഗോത്രവർഗ്ഗങ്ങളുണ്ടല്ലോ. ഉണ്ട് ധാരാളം ഉണ്ട്. അപ്പോൾ അവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നത്? അവിടെ നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഗോത്രങ്ങളിലും പോകുന്നുണ്ട് സാറേ. ഞാൻ ഈ ഗോത്രവർഗ്ഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ ഇതൊക്കെ വളരെ വിശദമായി ചോദിക്കുന്നു. ഗോത്രവർഗ്ഗങ്ങൾക്ക് തിരുവചനം നൽകുന്ന ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ഈ വേർട്ടുവൽ മിനിസ്ട്രീസ്. നാളിതുവരെ 25 ഗോത്രങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം, ലിപികളില്ലാത്ത ഗോത്രങ്ങൾക്ക് ലിപിയിൽ അത് അവർക്ക് വായിക്കത്തക്ക സംവിധാനം ഉണ്ടാക്കി അവർക്ക് ദൈവവചനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും 2 ഗോത്രവർഗ്ഗങ്ങൾക്ക് ഈ ദൈവവചനം നൽകുവാൻ തക്കമുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഗോത്രങ്ങളുടെ ഇടയിൽ പോയിട്ടുണ്ട്, അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സമാനമായ രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന്. കാരണം ഗോത്രങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ്, സാംസ്കാരികമായി വളരെ പിന്നിലാണ്. അവിടെ അവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ഗോത്രത്തിൽ ചെന്നിട്ട് 2 ആഴ്ച ഒരു പ്രവർത്തനം നടത്തിയിട്ട് പോയെന്ന് പറഞ്ഞാൽ ഇവരെ ഒരു രീതിയിലും അനുഭവത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ അവിടെ ഇതിനുവേണ്ടി ത്യാഗം സഹിച്ച് പ്രവർത്തിക്കുന്ന സാധുക്കളായ സുവിശേഷന്മാരുണ്ട്. അവർക്കൊരു സഭകളുടെ പിന്തുണയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ പാവപ്പെട്ടവരുടേതായിട്ടുള്ള പരിശ്രമം കൊണ്ടാണ് ഇവർ യേശുവിനെ അറിയുന്നത്. പക്ഷേ അവർ ആദ്യമേ യേശുവിനെ കുറിച്ചിട്ട് പറഞ്ഞ് 2 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവരതൊക്കെ മറന്നുപോകും. ദൈവത്തിൻ്റെ വചനം അവരുടെ കയ്യിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വലിയ അനുഭവം അവിടെ കണ്ടുകൊണ്ടാണ് ബലഹീനായി ഞാൻ ഈ ഗോത്രവർഗ്ഗങ്ങൾക്ക് ദൈവവചനം നൽകുവാനായിട്ട് ഇറങ്ങി തിരിച്ചത്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് 25 ഗോത്രങ്ങൾക്ക് ദൈവവചനം നാളിതുവരെ ഒരു വാക്യം പോലും അവരുടെ കയ്യിലില്ല. മാത്രമല്ല യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷ ഈ വേർട്ടുവൽ മിനിസ്ട്രിയുടെ ഒരു ഹിഡൻ മിനിസ്ട്രിയാണ്. നമ്മളതൊന്നും ആരെ പരസ്യപ്പെടുത്തുവാനോ ഇന്നത്തെ സാഹചര്യങ്ങൾ നമ്മളൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇപ്പോഴും 2 ഗോത്രങ്ങൾക്ക് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ആന്ധ്രയുടെയും തെലുങ്കാനയുടെയും ബോർഡറിലുള്ള ഒരു കോയ ഭാഷ എന്ന് പറയുന്ന അവർക്ക് ഇപ്പോൾ കൊടുക്കുവാനുള്ള ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഗോത്രത്തെക്കുറിച്ച് അത്രമാത്രം ചോദിച്ചത്. അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം നാളിതുവരെ യേശുവിനെക്കുറിച്ച് കേൾക്കാത്തവർക്ക്, കേട്ടിട്ടും മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക്, ഓർമ്മിക്കാൻ കഴിയാത്തവർക്ക് ഈ ദൈവവചനം ഒരു സുവിശേഷമെങ്കിലും അവർ കൊടുക്കുമ്പോൾ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഓൾറൈറ്റ്, സോ ബീല ജോസഫ് ഗെറ്റ്സ് 5 മാർക്സ്. എൻ്റെ പേര് ഷൈനി എന്നാണ്. എൻ്റെ സ്വദേശം ചെമ്പൂരാണ്. അവിടെ വട്ടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലെ അംഗമായിരുന്നു ഞാൻ. അവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരെയാണ് ചർച്ച്. അപ്പോൾ അവിടെ നടന്നു പോകുവാനും നേരത്തെ പോയി അവിടെ പായിടുവാനും തൂത്ത് വൃത്തിയാക്കാനൊക്കെ ഞാൻ വിവാഹത്തിന് മുമ്പ് സ്ഥിരമായിട്ട് ചെയ്തിരുന്നു. വിവാഹത്തിന് മുമ്പ് സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട് ചർച്ചിൽ. ഇതുപോലെ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യും. അതിന് പപ്പ വലിയ ഇഷ്ടമായിരുന്നു. ബൈബിളൊക്കെ വായിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പപ്പ കുറച്ച് മദ്യപിക്കുമായിരുന്നു. എങ്കിലും പള്ളിയിൽ വരാറില്ല. എങ്കിലും കൃത്യമായി എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൃത്യമായിട്ടിരിക്കും. അപ്പോൾ ഉൽപ്പത്തി മുതലുള്ള പുസ്തകങ്ങൾ സ്ഥിരമായി വായിപ്പിക്കുമായിരുന്നു. ബൈബിള് ഫുള്ള് 4-5 അധ്യായം വായിപ്പിച്ച ശേഷമാണ് നമ്മൾ പാട്ടുപാടി സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പപ്പ ഒരു വലിയ ഫാമിലിയിൽ ജനിച്ചതാണ്. അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളതെങ്കിലും പപ്പ മദ്യപിക്കുന്നതുകൊണ്ട് പപ്പയുടെ സഹോദരങ്ങൾ പപ്പയുടെ ഷെയർ കൊടുത്തിട്ടില്ല പപ്പയ്ക്ക്. ഞങ്ങളെയും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കുഞ്ഞുനാളിൽ പപ്പയുടെ സഹോദരന്മാരൊക്കെ ഒരുപാട് കളിയാക്കുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പപ്പ മദ്യപിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട്. പപ്പയ്ക്കും അത് ഭയങ്കര വിഷമമായിരുന്നു. പപ്പ സ്ഥിരം മദ്യപിക്കുന്ന ആളല്ല. വർഷത്തിൽ 1-2 തവണ മദ്യപിക്കാൻ തുടങ്ങിയാൽ 2 ആഴ്ച സ്ഥിരമായി മദ്യപിക്കും. അത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. എന്നാലും പപ്പയ്ക്ക് കൊടുക്കാനുള്ള ഷെയർ എൻ്റെ വിവാഹ സമയമായപ്പോൾ പപ്പയുടെ കുടുംബത്തിലുള്ള തന്നെ പപ്പയുടെ ഒരു കസിൻ ബ്രദറിനെ ആ വസ്തു വിൽക്കുകയും എൻ്റെ പേരിൽ ബാങ്കിൽ ക്യാഷ് ഇട്ടിട്ടുണ്ടെന്ന് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടന്നു. അത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, നാട്ടിൽ മുഴുവൻ പറഞ്ഞു കിടന്നു. നിങ്ങൾ വിവാഹം ആലോചിക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞു കിടന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ വിഷമമായി. പപ്പയ്ക്ക് അത് വളരെ സങ്കടമായി. എങ്കിലും പപ്പ എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ ആ വാക്യം വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഒരു ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ തക്ക സമയമായപ്പോൾ എൻ്റെ വിവാഹം നടക്കുവാനും ദൈവം സഹായിച്ചു. ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അനുഭവിക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഇന്നും ഓരോ ദിവസവും ദൈവം ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്നു. ഇപ്പോൾ പപ്പ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു.
അതിനുശേഷം അനിയൻ ബൈബിൾ കോളേജിൽ MD കഴിഞ്ഞു, ഇപ്പോൾ രാജസ്ഥാനിൽ ദൈവവേലയിലായിരിക്കുന്നു. അവിടെ ഒരു സ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അമ്മയും അവൻ്റെ കൂടെയാണ്. ഇപ്പോൾ ഞാനും ഹസ്ബൻഡും മോനും ചെറിയ ഉണ്ണിയിലാണ് താമസിക്കുന്നത്. മോന് 6 വയസ്സായി, ഇനി 2ാം ക്ലാസ്സിലാണ്. ഹസ്ബൻഡ് ഓപ്റ്റിക്കൽ ടെക്നീഷ്യനാണ്, തിരുവനന്തപുരത്തൊരു ഷോപ്പിൽ ജോലി ചെയ്യുന്നു. എനിക്കിവിടെ വരാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിന് നമ്മൾ ഈ സാക്ഷ്യം പുറം ലോകത്തോട് പറയാറുണ്ടോ? പറയാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ഇടവകയിലല്ല, അല്ലാതെ പറയാറുണ്ട്. അത് വല്ലപ്പോഴും അവസരം കിട്ടുമ്പോൾ പറയുന്നതാണോ? അതിന് ശുശ്രൂഷയായിട്ട് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാറില്ല. സൗകര്യം കിട്ടുമ്പോൾ പറയാം, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു ശുശ്രൂഷയായിട്ട് കർത്താവിൻ്റെ സാക്ഷികളായിട്ട് പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ഒരു തീരുമാനമായിട്ടില്ല, അത്രയും വളർന്നിട്ടില്ല. സഹോദരനാണ് ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്നത്. അവിടെ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ബൈബിൾ കോളേജിൽ MD കഴിഞ്ഞിട്ട് രാജസ്ഥാനിൽ ജാഡോൾ എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കുന്നു. അവിടെ ചർച്ചിലെ പാസ്റ്ററാണ്, സ്കൂളിലെ പ്രിൻസിപ്പൾ. ഇവിടെ നിങ്ങൾ ഏത് സഭയിലാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെ AG പ്ലാമൂട്. അപ്പോൾ അതിന് ആ ചർച്ചിന് സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അതിലൊക്കെ സജീവമാണ്? അതിലൊക്കെ സജീവമായിട്ട് സജീവമല്ല, ഉണ്ട്. പക്ഷെ കർത്താവിന് വേണ്ടി കൂടുതലായിട്ട് സജീവമാകണം. കർത്താവിൻ്റെ സാക്ഷികളായിട്ട് തീരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. കർത്താവിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഷൈനി ജയൽ ഗെറ്റ്സ് 3 മാർക്സ്. ഇതോടുകൂടി നമ്മുടെ ടെസ്റ്റിമണി റൗണ്ട് അവസാനിക്കുന്നു. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് ക്രൈസ്തവ ലോകത്തിന് സമ്മാനിക്കുന്ന 31ാമത് ഗാനസമാഹാരം. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. ഓരോ നാളും എന്നെ നടത്തിയിടുന്നേശു പൊൻകരത്താൽ എന്നെ സൂക്ഷിക്കുന്നു. ഓരോ നാളും എന്നെ നടത്തിയിടുന്നേശു പൊൻകരത്താൽ എന്നെ സൂക്ഷിക്കുന്നു. ആപത്തനർത്ഥ വേളകളിൽ കൺമണി പോലെന്നെ കാത്തിടുന്നു. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. കൺമണി പോലെന്നെ. കോപ്പികൾക്ക് വേർഡ് മെലഡി വേൾഡ്, വെമ്പായം, ട്രിവാൻഡ്രം. അടുത്തതായിട്ട് റാപ്പിഡ് റീഡിംഗ് റൗണ്ടാണ്. ഇവിടെ പറയുന്ന വേദഭാഗങ്ങളിൽ നിന്ന് ആദ്യമേ വായിക്കുന്നവർക്കായിരിക്കും മാർക്ക് ലഭിക്കുന്നത്. ശരിയായ ഭാഗം വായിച്ചാൽ 2 മാർക്ക്, തെറ്റായിട്ട് വായിച്ചാൽ -1 മാർക്ക്. വായിച്ചില്ലെങ്കിൽ മാർക്കൊന്നും നഷ്ടമാകും. ഓൾറൈറ്റ്, പുസ്തകം അടച്ചാട്ടെ. ക്ലോസ് യുവർ ബൈബിൾസ്. റൈറ്റ്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 18-ാം വാക്യം. ഇനിയും നിന്റെ ദേശത്ത് അക്രമവും നിന്റെ അതിർത്തിക്കുള്ളിൽ ശൂന്യതയും നാശവും കേൾക്കുകയില്ല. നിന്റെ മതിലുകളെ രക്ഷയെന്നും നിന്റെ വാതിലുകളെ സ്തുതിയെന്നും നീ വിളിക്കും. Exactly right. Shiny Jael gets 2 marks. Next reading. Nahum 2:4. രഥങ്ങൾ തെരുവുകളിലൂടെ പായുന്നു, വീഥികളിൽ അങ്ങുമെങ്ങും ഓടുന്നു. തീപ്പന്തങ്ങൾ പോലെ അവ കാണപ്പെടുന്നു, അവ മിന്നൽ പോലെ ഓടുന്നു. Exactly the right reading. Beulah Joseph gets 2 marks. 2 മാർക്ക്. റൈറ്റ്. 3-ാമത്തെ വായന വായിക്കട്ടെ. റെഡി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആരാ രണ്ടുപേരും കൂടെ വായിച്ച്? രണ്ടുപേരും വായിച്ചല്ലയോ? ആണോ? സാരമില്ല. ജയബാർ വായിച്ചോ? ഷീജ വായിച്ചോ? വായിച്ചു. 3 പേരും വായിച്ചു. ഇയാളും വായിച്ചു. എല്ലാവർക്കും 1/2 മാർക്ക് വീതം കൊടുക്കുക. 4 പേർക്കും 1 മാർക്ക് കൊടുത്തത് നമ്മുടെ സന്തോഷം. ഓൾ റൈറ്റ്. നമ്മളെല്ലാം എപ്പോഴും പ്രഘോഷിക്കുന്ന കാര്യം അത് അല്ലേ? എന്താ പറഞ്ഞത്? ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ലോകത്തെ വായിച്ചാട്ടെ. ഷീജ വായിച്ചാട്ടത്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല,
വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കാത്തതിനാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഓൾറൈറ്റ്. അപ്പോൾ അമലാജി, ഷീജ ജയകുമാർ, ബ്യൂല ജോസഫ് ആൻഡ് ഷൈനി ജയൽ ഗെറ്റ്സ് 1 മാർക്ക് ഈച്ച്. അവരുടെ പരിശ്രമങ്ങൾക്ക് എല്ലാവർക്കും 1 മാർക്ക് വീതം കൊടുക്കുകയാണ്. ലാസ്റ്റ് റീഡിങ്, അവസാനത്തെ റീഡിങ് 3 യോഹന്നാൻ 11-ാമത്തെ വാക്യം. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. അത് ബാക്കിയുള്ളവരെല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് മാർക്കില്ല. ഷൈനി ജയൽ കൃത്യമായ വായനയാണ്, അതുകൊണ്ട് 2 മാർക്ക് ഷൈനി ജയൽ. സോ ദാറ്റ് ബ്രിങ്സ് us ടു ദ ക്ലോസ് ഓഫ് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. റാപ്പിഡ് റീഡിംഗ് റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ജഡ്ജസ് മാർക്ക് ടാലി ചെയ്തിട്ട് വിജയികളെ അനൗൺസ് ചെയ്യുക. യെസ്. Mrs. Beulah Joseph gets the first prize, and the second prize is shared by Sheija Jayakumar and Shaini Jayal. ഇവിടെ സെക്കൻഡ് പ്രൈസിനൊരു ടൈ ഉണ്ട്. ഷീജ ജയകുമാറും ഷൈനി ജയലും. അപ്പോഴെനിക്ക് ബോംബ് ഉപയോഗിച്ചാൽ മതിയാവും. ഓൾറൈറ്റ്. സോ ആർ യു റെഡി? റെഡി. ഹാൻഡ്സ് ഓൺ ദ ബസർ. ബസറിൽ കൈവച്ചു. കാരണം ഞെക്കാൻ ഇച്ചിരി താമസിച്ചു പോയെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് പ്രകാശിക്കും. ഓൾറൈറ്റ്, ചോദിക്കാൻ പോവുകയാണ്. ഇരമ്യാവ് ധരിച്ചിരുന്ന അരക്കച്ച എവിടെ ഒളിച്ചു വെച്ചതെന്ന് യഹോവ ഇരമ്യാവിനോട് അരുളിച്ചത്. ചോദിക്കുന്നതോടെ, ഇരമ്യാവ് ധരിച്ചിരുന്ന അരക്കച്ച എവിടെ ഒളിച്ചു വെക്കുവാനാണ് യഹോവ ഇരമ്യാവിനോട് അരുളി ചെയ്തത്? അപ്പോൾ പറഞ്ഞത് ഷീജ ജയകുമാറാണ്. പറയും. ഫ്രാത്ത് എന്ന നദിക്കരികെയുള്ള പാറയുടെ വിള്ളലിൽ. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. വളരെ പ്രയാസമുള്ള ഒരു ചോദ്യമായിരുന്നു. ആ ബോംബിനെ വളരെ വിദഗ്ധമായിട്ട് ഷീജ കൈകാര്യം ചെയ്തിരിക്കുന്നു. സോ ഷീ ഗോസ് ടു ദ സെക്കൻഡ് റൗണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.